സോ നമ്പൈ ട്യൂട്ടോറിയലിലെ ആദ്യത്തെ ചാപ്റ്ററാണിത്, നമ്പൈ ഇൻട്രൊഡക്ഷൻ. ഇതിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് നമ്പൈ, സോ എന്തുകൊണ്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്, ഈ രണ്ട് കാര്യങ്ങളാണ്. സോ നമ്പൈ എന്ന് പറയുന്നത് ന്യൂമറിക്കൽ പൈത്തോൺ എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഇതൊരു പാക്കേജാണ്. പൈത്തോണിൽ നമ്മൾ സയൻറ്റിഫിക് കമ്പ്യൂട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പാക്കേജാണ് നമ്പൈ എന്ന് പറയുന്നത്. സോ ഇത് ബേസിക്കലി നമുക്കൊരു അറേ ഒബ്ജക്റ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ഡാറ്റയുടെയും ഒരു അറേ ഒബ്ജക്റ്റ് നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ അറേ ഒബ്ജക്റ്റിന് മുകളിൽ നമുക്ക് ഒരുപാട് ഓപ്പറേഷൻസ് ചെയ്യാൻ സാധിക്കും. മാത്തമാറ്റിക്കൽ, ലോജിക്കൽ, ഷേപ്പ് മാനിപ്പുലേഷൻ, സോർട്ടിംഗ് തുടങ്ങി നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം, ബേസിക് ലീനിയർ അൾജിബ്ര തുടങ്ങി ഒരുപാട് ഓപ്പറേഷൻസ് നമുക്ക് ഇതിന് മുകളിൽ ചെയ്യാൻ സാധിക്കും. സോ ഇതൊരു അറേ ഒബ്ജക്റ്റ് ആണെങ്കിലും ബേസിക്കലി ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ന്യൂമറിക്കൽ ഡാറ്റയായിരിക്കും നമ്മളിതിൽ യൂസ് ചെയ്യുക കൂടുതലും. സോ നമ്മുടെ അറേക്കുള്ളിലെ ഡാറ്റ എന്ന് പറയുന്നത് നമ്പേഴ്സ് ആയിരിക്കും, ന്യൂമറിക്കൽ ഡാറ്റ ആയിരിക്കും നമ്മളിത് കൂടുതലായിട്ടും ഉപയോഗിക്കുക. അതുപോലെ ഇത് ഡാറ്റ സയൻസ്, മെഷീൻ ലേണിംഗ്, എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു പാക്കേജാണ് നമ്പൈ എന്ന് പറയുന്നത്. ഇത് ക്രിയേറ്റ് ചെയ്ത് ട്രാവിസ് ഒലിഫന്റ് എന്ന് പറയുന്ന ആളാണ്. 2005 ഇത് ക്രിയേറ്റ് ചെയ്തത്. സോ അറേ ഉപയോഗിക്കുന്നതിന് വേണ്ടി നമുക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റ് ഓൾറെഡി നമ്മുടെ പൈത്തോണിൽ നമ്മൾ അവൈലബിൾ ആണ്. പൈത്തോൺ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ എന്തിനാണ് നമ്മൾ നമ്പൈ ഉപയോഗിക്കുന്നത്? ലിസ്റ്റിനേക്കാളും കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആണ് നമ്പൈ എന്ന് പറയുന്നത്. നമ്പൈ എന്ന് പറയുന്നത് പൈത്തോൺ ലിസ്റ്റിനേക്കാളും ഫാസ്റ്റർ ആണ്. അതുപോലെ അതിനേക്കാളും കുറച്ച് മെമ്മറി ഇതിന് മതി. അതുപോലെ ഇത് നമുക്ക് മൾട്ടി ഡയമെൻഷണൽ അറേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടി ഡയമെൻഷണൽ അറേ നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ലിസ്റ്റിനേക്കാളും ഒരുപാട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റാണ് നമ്പൈ അറേ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് സയൻറ്റിഫിക് കമ്പ്യൂട്ടിംഗ്, ഡാറ്റ സയൻസ്, മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ ഫീൽഡിലൊക്കെ ഒരുപാട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഫംഗ്ഷൻസ്, ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കോഡ് എഴുതി ഒരുപാട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, നമുക്ക് അറേ റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെങ്കിൽ നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം നമ്പൈ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണുന്ന ഈ ഒരു വെബ്സൈറ്റ് numpy.org എന്ന് പറയുന്ന വെബ്സൈറ്റ്, അതിൽ ക്ലിക്ക് ചെയ്ത് ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. സോ ഇതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇതിൽ നമ്മൾ ഡോക്യുമെൻറ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ വളരെ വിശദമായി തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്നൊരു ഭാഗം കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പൈയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളും അതിന് കൂടാതെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നൊക്കെ തുടങ്ങി ഒരുപാട് ഇതിൻ്റെ ചെറിയൊരു ട്യൂട്ടോറിയൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതേ സംഭവം തന്നെയാണ്, ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ തന്നെയാണ് നമ്മളും ഫോളോ ചെയ്യുന്നത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മളും ഇനി ചെയ്യാൻ പോകുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കാൻ പോകുന്നത്.